മക്രോണി വെച്ചിട്ട് പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ടോ? നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മക്രോണി എടുത്തിട്ടുണ്ട്. അത് ഉപ്പും ഓയിലും ചേർത്തിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ബട്ടറും കൂടി ചേർത്തിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇനി നമ്മുടെ അടുത്തുള്ള കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട് കേട്ടോ. അതും പാടെ ചേർത്തിട്ട് കുറച്ച് ക്യാപ്സിക്കവും തക്കാളിയും ഒക്കെ ചേർത്തിട്ട് വഴറ്റിയിട്ടെടുക്കുക. പാകത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ചില്ലി ഫ്ലക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളകും പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോൺ ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി അതേ പാനിൽ തന്നെ ഒരു കഷ്ണം ബട്ടർ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് മൈദപ്പൊടിയാണ് ചേർക്കേണ്ടത്. നമ്മളിത് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ട് ബട്ടറിലൊന്ന് മൈദയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒന്ന് പാൽ ഒഴിച്ച് കൊടുക്കണം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായതിനു ശേഷം ഒഴിച്ച് കൊടുക്കുക. പാൽ ഒഴിച്ച ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇളക്കാൻ വേണ്ടിയിട്ട്. നല്ല കട്ടിയായി വരും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് പാലും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളെ മാക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എൻ്റെ അടുത്ത് കുറച്ച് ചീസ് ഉണ്ടായിരുന്നു, അതുപാടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ മക്രോണി പാസ്ത ഇവിടെ തയ്യാറായിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.